ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 10 കാർ നിർമ്മാണ കമ്പനികളെ കുറിച്ചാണ്. ഏതൊക്കെയാണ് 10 നിർമ്മാണ കമ്പനികളെന്ന് നോക്കാം. 10ാം സ്ഥാനത്ത് വരുന്നത് PSA ഗ്രൂപ്പാണ്. PSA ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്പനിയാണ് PSA. പിഗോട്ട, സിൻട്രോൺ, ഒപ്പൽ തുടങ്ങിയ 3 പ്രമുഖ കമ്പനികളാണ് PSA ഗ്രൂപ്പിന്റെ കീഴിലാണ് നിൽക്കുന്നത്. ഏകദേശം 30 ലക്ഷത്തിലേറെ കാറുകൾ PSAയുടേതായിട്ട് ലോകത്ത് നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. PSA ഗ്രൂപ്പിൽപ്പെട്ട ഒപ്പൽ കമ്പനി ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ പ്രൊഡക്ഷനോ സെയിൽസോ ഇല്ല. ഇതുകൂടാതെ തന്നെ അടുത്ത കാലത്ത് നമ്മുടെ അംബാസഡർ ബ്രാൻഡിനെ ഏറ്റെടുത്ത് PSA ഗ്രൂപ്പ് വാർത്തകൾ നിറഞ്ഞതായി നമുക്ക് കാണാം. ഏകദേശം 2022 ഒരു തിരിച്ചൊരു റീ എൻട്രി PSA ഗ്രൂപ്പിന് ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇനി പറയുന്നത് 9ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. സുസുക്കിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 9ാമത്തെ കാർ നിർമ്മാണ കമ്പനി. സുസുക്കി വരുന്നത് ജപ്പാനിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലെ മാരുതി സുസുക്കിയുടെ ഓണറാണ് സുസുക്കി. ഏകദേശം 51% സ്റ്റേക്ക് ഹോൾഡർ നിലവിൽ മാരുതി സുസുക്കിയിൽ സുസുക്കി എന്ന് പറയുന്ന ജപ്പാനീസ് ബ്രാൻഡിന് ഉണ്ട്. ലോകത്ത് ഇറങ്ങുന്ന 30 ലക്ഷം കാറുകൾ സുസുക്കിയുടെ ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ സിംഹഭാഗം വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസും സുസുക്കിക്ക് ഉള്ളത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ തന്നെ സുസുക്കിയുടെ സാന്നിധ്യമുണ്ട്. ബൈക്കുകളായാലും എഞ്ചിനുകളായാലും സുസുക്കി വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ പറയുന്നത് ലോകത്തിലെ 8ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. ഫിയറ്റ് ക്രൈസർ ഓട്ടോമൊബൈൽസ് എന്നറിയപ്പെടുന്ന FCA ഗ്രൂപ്പാണ് ലോകത്തിലെ 8ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനി. FCAയുടേതായിട്ട് നിലവിൽ ഒത്തിരി ബ്രാൻഡുകളുണ്ട് കീഴിൽ വരുന്നത്. ഡോഡ്ജ്, ഫിയറ്റ്, ജീപ്പ്, റാം തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ FCA ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നതാണ്. ഏകദേശം 50 ലക്ഷത്തിലേറെ കാറുകൾ FCAയുടേതായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഫിയറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ക്രൈസ്ലർ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്പനിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്പനിയാണ് FCA എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ടാറ്റയുടെയും മാരുതി സുസുക്കിയുടെയും ഡീസൽ എഞ്ചിനുകൾ പ്രധാനമായും ഫിയറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. ഹോണ്ട എന്നറിയപ്പെടുന്ന ജപ്പാൻ കമ്പനിയാണ് ലോകത്തിലെ 7ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനി. ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഹോണ്ടയുടെ കീഴിൽ അധികം സബ് ബ്രാൻഡുകളില്ല. ഹോണ്ട എന്ന് പറയുന്ന മെയിൻ ബ്രാൻഡിൽ തന്നെയാണ് എല്ലാ കാറുകളും ഇറക്കുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വൻകരകളിലും ഹോണ്ടയുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1942 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഹോണ്ട ഇത്രയും പ്രസിദ്ധി ആർജിച്ചതും. കൂടാതെ അവരുടെ ടെക്നോളജിക്കലും ക്വാളിറ്റി ബേസിലും വളരെയധികം പോപ്പുലറാണ് ഹോണ്ട എന്ന് പറയുന്ന ജപ്പാനീസ് കമ്പനി. അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിലെ 6ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. അമേരിക്കൻ ബേസ് ആയിട്ടുള്ള ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ കാർ നിർമ്മാണ കമ്പനി. അമേരിക്കയാണ് പ്രധാനമായിട്ടും ഫോർഡിൻ്റെ വിപണി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ലിങ്കൺ, ആസ്റ്റൺ മാർട്ടിൻ, ഫോർഡ് എന്ന് പറയുന്ന കാർ ഇതെല്ലാം തന്നെ ഫോർഡിൻ്റെ കീഴിൽ വരുന്ന ബ്രാൻഡുകളാണ്. ഇത് കൂടാതെ തന്നെ ഫോർഡിൻ്റേതായിട്ട് പുറത്ത് മസ്താങ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ കാർ കമ്പനി കൂടി ഇവരൊരു സബ് ബ്രാൻഡായിട്ട് നിലവിൽ വരുന്നുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ കാർ നിർമ്മാണ കമ്പനിയാണ്. സൗത്ത് കൊറിയ ബേസ് ആയിട്ടുള്ള ഹ്യുണ്ടൈ എന്ന് പറയുന്ന കാർ നിർമ്മാണ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ കാർ നിർമ്മാണ കമ്പനി. കിയ എന്ന് പറയുന്നതും ഹ്യുണ്ടൈ എന്ന് പറയുന്നതും ജെനിസിസ് എന്ന് പറയുന്ന ബ്രാൻഡുകളാണ് ഹ്യുണ്ടൈയുടെ കീഴിൽ നിലയിൽ വരുന്നത്. ഇതിൽ കിയയും ഹ്യുണ്ടൈയും എല്ലാ ലെവലിലുള്ള കാറുകൾ ഇറക്കുന്നുണ്ടെങ്കിലും ജെനിസിസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രീമിയം ടൈപ്പിലുള്ള കാറുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 70 ലക്ഷത്തിനും 80 ലക്ഷത്തിനും ഇടയിൽ കാറുകളാണ് ഒരു വർഷം ഹ്യുണ്ടൈയുടേതായിട്ട് പുറത്തു വരുന്നത്. നമ്മുടെ നാട്ടിൽ 20 വർഷങ്ങളായി ഹ്യുണ്ടൈ നിലവിലുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള GM അഥവാ ജനറൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന കാർ നിർമ്മാണ ഗ്രൂപ്പാണ് ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനി. കാഡിലാക്ക്, GMC, ഷെവർലെ, ബുയിക്ക് എന്ന് പറയുന്ന മുൻനിര ബ്രാൻഡുകളെല്ലാം തന്നെ GMCയുടെ കീഴിലാണ് വരുന്നത്. ഏകദേശം 70 ലക്ഷത്തിലേറെ കാറുകൾ GM അവരുടേതായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അമേരിക്ക തന്നെ ബേസാണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്ററും അമേരിക്ക തന്നെയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഷെവർലെറ്റ് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഷെവർലെ ബ്രാൻഡ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഡക്ഷനും സെയിൽസും ഇന്ത്യയിലില്ല ഈ നിർമ്മാണ ഗ്രൂപ്പിൽ. ഇനി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ കാർ നിർമ്മാണ ഗ്രൂപ്പിനെ കുറിച്ചാണ്. റെനോൾട്ട്, നിസാൻ, മിത്സുബിഷി എന്ന് പറയുന്ന കൺസോർഷ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാറുകൾ 3ാമതായിട്ട് ഇറക്കുന്നത്. ഇതിൽ റെനോൾട്ട് എന്ന് പറയുന്നത് ഫ്രാൻസ് ബേസ് ആയിട്ടുള്ളതും നിസാനും മിത്സുബിഷിയും ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളെല്ലാം ആണ്. ഈ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്നത് റെനോൾട്ട് എന്ന് പറയുന്ന ബ്രാൻഡും നിസാനും മിത്സുബിഷിയും കൂടാതെ ഇൻഫിനിറ്റി, ഡറ്റ്സൺ, ലാഡ് തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം തന്നെ ഈ കൺസോർഷ്യത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഏകദേശം 1 കോടിയിലേറെ കാറുകൾ ഈ ഗ്രൂപ്പിൻ്റെതായിട്ട് ലോകത്ത് നിലവിൽ പുറത്തിറങ്ങുന്നുണ്ട്. ഇനി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കാർ നിർമ്മാണ കമ്പനിയെ കുറിച്ചാണ്. അതെ, നമ്മുടെ നാട്ടിലുള്ള ടയോട്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ
കാർ നിർമ്മാണ കമ്പനി. ജപ്പാൻ ബേസ്ഡ് ആയിട്ടാണ് ടൊയോട്ട വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനും ശേഷമാണ് ടൊയോട്ടയുടെ വികസനം ഉണ്ടായത്. പുറം നാടുകൾ അഥവാ അമേരിക്കൻ നാടുകൾ, യൂറോപ്യൻ കൺട്രീസിലെല്ലാം വളരെ പ്രസിദ്ധിയാർജിച്ച ബ്രാൻഡാണ് ടൊയോട്ട എന്ന് പറയുന്നത്. ടൊയോട്ടയുടെ കീഴിൽ വരുന്നത് ടൊയോട്ട എന്ന് പറയുന്ന ബ്രാൻഡും ലെക്സസും, അതുകൂടാതെ തന്നെ ഡൈസ്റ്റോ എന്ന ബ്രാൻഡാണ്. ടൊയോട്ട എല്ലാ തരത്തിലുള്ള കാറുകൾ ഇറക്കുന്നുണ്ടെങ്കിലും ലെക്സസ് പൂർണ്ണമായും ലക്ഷറി ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഡൈസ്റ്റോ എന്ന് പറയുന്ന മിഡ് റേഞ്ചുള്ള കാറുകളാണ് ഇറക്കുന്നത്. ഏകദേശം 1 കോടി കാറുകൾ ഇറക്കുന്നുണ്ട് ഇവർ. അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണ ഗ്രൂപ്പിനെ കുറിച്ചാണ്. വോക്സ് വാഗൺ എന്നറിയപ്പെടുന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ജർമ്മനി ബേസ്ഡ് ആയിട്ടാണ് വോക്സ് വാഗൺ എന്ന് പറയുന്നത്. വോക്സ് വാഗണിൻ്റെ പേര് തന്നെ പീപ്പിൾസ് കാർ എന്നാണ്. വോക്സ് വാഗണിൻ്റെ കീഴിൽ വരുന്നത് വോക്സ് വാഗൺ എന്ന ബ്രാൻഡും അതുകൂടാതെ ഔഡി, സീറ്റ്, പോർഷെ, ലംബോർഗിനി, ബെൻലി, ബുഗാട്ടി, സ്കോഡ തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം തന്നെ വോക്സ് വാഗണിൻ്റെ കീഴിൽ വരുന്നുണ്ട്. വോക്സ് വാഗണിൻ്റെ അണ്ടർ കാറുകൾ മാത്രമല്ല, ട്രക്കുകൾ, ബൈക്കുകൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ വോക്സ് വാഗണിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഏകദേശം 1,10,00,000 കാറുകളാണ് ഒരു വർഷം ഈ ബ്രാൻഡിൻ്റെ കീഴിൽ ഇറങ്ങുന്നത്. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.